താരസംഘടന അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഒഴിവുള്ള വനിതാ സീറ്റിലേക്ക് ജോ മോളെ തെരഞ്ഞെടുത്തു. കൊച്ചിയിൽ ചേർന്ന പുതിയ ഭരണസമിതിയുടെ ആദ്യ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനം. അതേസമയം താരങ്ങൾ അമിത പ്രതിഫലം വാങ്ങുന്നതടക്കമുള്ള പരാതികൾ പരിഹരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. താരസംഘടന അമ്മയുടെ പുതിയ ഭരണസമിതി അധികാരമേറ്റ ശേഷമുള്ള ആദ്യ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗമാണ് കലൂരിലെ അമ്മ ആസ്ഥാനത്ത് ചേർന്നത്. ബൈലോ അനുസരിച്ച് 17-അംഗ ഭരണസമിതിയിൽ 4 പേർ വനിതകൾ വേണമെന്നിരിക്കെ 3 പേരെയാണ് ജനറൽ ബോഡി യോഗത്തിൽ തെരഞ്ഞെടുത്തിരുന്നത്. ഒഴിവുള്ള വനിതാ സംവരണ സീറ്റിലേക്ക് പുതിയ അംഗത്തെ തെരഞ്ഞെടുക്കാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ ജനറൽ ബോഡി യോഗം ചുമതലപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്നാണ് പ്രസിഡന്റ് മോഹൻലാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ആദ്യ എക്സിക്യൂട്ടീവ് യോഗത്തിൽ പുതിയ അംഗമായി ജോമോളെ തെരഞ്ഞെടുത്തത്. ഏകകണ്ഠമായാണ് ജോമോളെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്തതെന്ന് ജനറൽ സെക്രട്ടറി സിദ്ദിഖ് അറിയിച്ചു. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ഇപ്പോൾ 3 പെൺകുട്ടികളെ കൂടാതെ ജോമോളെ കൂടി ഞങ്ങൾ ഐകകണ്ഠേന തെരഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പേർക്ക് ഈ നമ്മൾ കൈനീട്ടം കൊടുക്കുന്നത് കുറച്ച് കാലമായിട്ട് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് പേർ കൂടെ കൈനീട്ടം കൊടുക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന്റെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണെന്നും അത് അമ്മയെ ബാധിക്കുന്നതല്ലെന്നും സിദ്ദിഖ് പ്രതികരിച്ചു. സർക്കാർ ലെവലിൽ നടക്കുന്ന സർക്കാർ നിയോഗിച്ചൊരു കമ്മീഷനാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. അത് പബ്ലിഷ് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് സർക്കാരാണ്. നമുക്ക് അമ്മയ്ക്ക് അതിനകത്ത് യാതൊരു ഇൻവോൾവ്മെന്റും ഇല്ല. ഭാരവാഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രമേശ് പിഷാരടി ഉന്നയിച്ച വിഷയം പരിഹരിക്കുന്നതിന് അഭിഭാഷകരുമായി ചർച്ച ചെയ്ത് നിയമാവലി പരിഷ്കരിക്കുന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമെന്ന് വൈസ് പ്രസിഡന്റ് ജഗദീഷ് പറഞ്ഞു. താരങ്ങൾ അമിത പ്രതിഫലം വാങ്ങുന്നുവെന്നതടക്കമുള്ള പരാതികൾ പരിഹരിക്കുമെന്നും ജഗദീഷ് അറിയിച്ചു. അതിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അത് അഡ്വക്കേറ്റ്സുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കാര്യത്തിൽ പുതിയ നോംസ് ഉണ്ടാവും. അടുത്ത ഇലക്ഷനൊക്കെ അത്തരത്തിലുള്ള ഒരു പരാതി വരാത്ത രീതിയിൽ നോംസ് ഉണ്ടാവും. കാരണം വനിതകൾക്ക് വേണ്ടിയുള്ള സംവരണം, അവർക്ക് വേണ്ടിയുള്ള പ്രത്യേക മത്സരമില്ലെങ്കിൽ അവർ ഐകകണ്ഠേന 4 പേരെ തിരഞ്ഞെടുക്കും. അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേക മത്സരം ഉണ്ടാവും. സംഘടനയുടെ സോഷ്യൽ മീഡിയ പേജുകൾ കൂടുതൽ സജീവമാക്കാനും യോഗത്തിൽ ധാരണയായി. എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം അമ്മ ഭാരവാഹികൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ, ഫെഫ്ക തുടങ്ങി വിവിധ സംഘടനാ ഭാരവാഹികളുമായി അനൌദ്യോഗിക ചർച്ചകൾ നടത്തി. കൈരളി ന്യൂസ്, കൊച്ചി.